ജനപ്രിയ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധേയനായ നടൻ വിനോദ് കോവൂരിന് ഫ്ളാറ്റിലെ തുറന്നുകിടന്ന വാട്ടർ ടാങ്കിൽ വീണ് പരിക്കുപറ്റി. വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടതെന്ന് താരം വ്യക്തമാക്കുന്നു. വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ വാരിയെല്ലിന് കടുത്ത ചതവേറ്റിട്ടുണ്ട്. മറിമായം പരമ്പരയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി 10:30ഓടെയാണ് വിനോദ് കോവൂർ ഫ്ളാറ്റിൽ തിരിച്ചെത്തിയത്. തുടർന്ന് വേസ്റ്റ് കളയാനായി താഴത്തെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് തന്റെ വളർത്തുനായ്ക്കുട്ടിയുമായി ഇറങ്ങിയതായിരുന്നു അദ്ദേഹം. വേസ്റ്റ് ബക്കറ്റ് കഴുകാനായി നീങ്ങുന്നതിനിടെ കോൺക്രീറ്റ് വാട്ടർ ടാങ്കിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹം വീഴുകയായിരുന്നു. ടാങ്കിന്റെ ഇരുമ്പ് മൂടി ശരിയായി അടച്ചിരുന്നില്ല. അതാണ് അപകടത്തിന് കാരണമായത്. ടാങ്കിലേക്ക് വീണ നിമിഷം അതിന്റെ വായ്വട്ടത്തിന്റെ അരികിൽ പിടിക്കാൻ സാധിച്ചതിനാൽ തന്നെ ആഴമുള്ള ടാങ്കിലേക്ക് പൂർണ്ണമായി താഴ്ന്നു പോകാതെ തൂങ്ങിക്കിടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ടാങ്കിൽ നിന്നും മുകളിലേക്ക് കയറാൻ നടത്തിയ ആദ്യ ശ്രമങ്ങൾ പരാജയപ്പെടുകയും സഹായത്തിനായി നിലവിളിച്ചെങ്കിലും ആരും കേൾക്കുകയും ചെയ്തില്ല. പിന്നീട് സ്വയം നടത്തിയ ശക്തമായ ശ്രമത്തിനൊടുവിലാണ് അദ്ദേഹം പുറത്തെത്തിയത്. അപകടത്തിന് പിന്നാലെ കടുത്ത വേദന അനുഭവപ്പെട്ട അദ്ദേഹത്തെ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. എക്സ്റേ പരിശോധനയിൽ എല്ലുകൾക്ക് പൊട്ടലില്ല എന്ന് വ്യക്തമാണെങ്കിലും വാരിയെല്ലിന് നല്ല ചതവുണ്ടെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. 48 മണിക്കൂർ പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വേദന കുറഞ്ഞില്ലെങ്കിൽ CT സ്കാൻ ചെയ്യാനും നിർദ്ദേശമുണ്ട്. നട്ടെല്ലിനോ തലയ്ക്കോ പരിക്കേൽക്കാതിരുന്നത് വലിയ ഭാഗ്യമാണെന്നും ആയുസ് നീട്ടിക്കിട്ടിയതുപോലെയാണ് തോന്നുന്നതെന്നും താരം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചു. പരിക്കേറ്റതിനെ തുടർന്ന് മറിമായം പരമ്പരയുടെ ബാക്കി എപ്പിസോഡുകളുടെ ഷൂട്ടിംഗിൽ നിന്നും അദ്ദേഹം താൽക്കാലികമായി മാറി നിൽക്കുകയാണ്. വീഴ്ചയിൽ എന്റെ ശരീരം എവിടെയോ നന്നായി അടിച്ചതിന്റെ വേദന അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടാങ്കിൽ നിന്നും പൊങ്ങി രക്ഷപ്പെടാൻ 2 തവണ ശ്രമിച്ച് പരാജയപ്പെട്ടു. ഉറക്കെ ശബ്ദമുണ്ടാക്കി ആരും കേട്ടില്ല. പപ്പി സിയാമോൾ ടാങ്കിന് ചുറ്റും പരിഭ്രാന്തിയോടെ ഓടി നടന്നു. പിന്നീട് നടത്തിയ ശ്രമത്തിൽ ഞാൻ പുറത്തേക്കെത്തി. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇടുപ്പിന്റെ മുകളിലായി വല്ലാത്ത വേദന അനുഭവപ്പെട്ടു. ശ്വാസമെടുക്കുമ്പോൾ വാരിയുടെ ഭാഗത്ത് നല്ല വേദന തോന്നി. ഉറക്കെ ദേവുവിനെ വിളിച്ചു. അവൾ വന്നു. സെക്യൂരിറ്റി വന്ന് ഫ്ളാറ്റിലെ രാജേഷേട്ടനും ഉടനെ എത്തി. ഉടനെ തന്നെ നോർത്തിലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. വേദന കൊണ്ട് എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. ഒരു ഇഞ്ചക്ഷൻ തന്ന ശേഷം എക്സ്റേ എടുത്തു. എവിടെയും പൊട്ടലില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അടിയേറ്റത് വാരിയലിനായിരുന്നു. വാരിയലിൽ നല്ല ചതവുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വേദന എന്നും ഡോക്ടർ പറഞ്ഞു. മരുന്ന് തന്നു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും വേദന നിൽക്കുന്നില്ലെങ്കിൽ CT സ്കാൻ ചെയ്യാനും പറഞ്ഞ് 2 മണിയോടെ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ആത്മമിത്രം അമലും അളിയൻ സന്ദീപും സഹായത്തിനെത്തി. തിരിച്ചു വീട്ടിൽ വന്ന ശേഷം അവർ ഞാൻ വീണ ടാങ്ക് പോയി കണ്ടു. സത്യത്തിൽ ടാങ്കിൽ നിറയെ വെള്ളമുണ്ടായിരുന്നുവെങ്കിലും പിടുത്തം കിട്ടാതെ താഴെ വീണിരുന്നുവെങ്കിലും എനിക്ക് വലിയ അപായം സംഭവിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറും പറഞ്ഞു നട്ടലിനോ തലയ്ക്കോ പരിക്കേൽക്കാതിരുന്നത് ഭാഗ്യമായെന്ന്. ഭാഗ്യം ആയുസ് നീട്ടിക്കിട്ടി. വാരിയലിന് പരിക്കേറ്റാൽ ശ്വാസകോശത്തെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ദീർഘശ്വാസം എടുക്കുമ്പോൾ പോലും വേദന അനുഭവിക്കുന്നത്. ഇപ്പോൾ ഫ്ളാറ്റിൽ വേദനയോടെ വിശ്രമത്തിലാണ്. മറിമായം ഷൂട്ട് തുടങ്ങിയതേ ഉള്ളൂ.